ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതെ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കിക്കോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. FET, IGBT, UGT ഇപ്പൊ ഇങ്ങനെ വരുന്ന കുറച്ച് പോർഷൻസ് വരുന്ന ആ ഒരു മോഡ്യൂൾ എടുക്കുന്നത്. ഇനി ഇതിന്റെ ആൻസർ എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ഷൻ JFET in its equivalent circuit can be represented as voltage controlled current source. വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ്. ഒരിക്കലും വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് എന്ന് പഠിക്കരുത്. വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണ് ഇതിന്റെ ആൻസർ. എന്തുകൊണ്ടാണെന്ന് പറയോ? അങ്ങനെ പറയുന്നത് ഗേറ്റ് വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതെ, ഐഡിയെ കൺട്രോൾ ചെയ്യുന്നത് ഗേറ്റ് വോൾട്ടേജ് ആണ്. അപ്പൊ ഒരു JFETന്റെ ആക്ഷൻ എങ്ങനെയാണ്? നമുക്കൊരു N ചാനൽ JFET കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഒരു N ഡിവൈസ് ആണ്. നേരത്തെ മോസ്ഫെറ്റിന്റെ കേസ് അല്ല, ഇവിടെ N ചാനലിലേക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു N സബ്സ്ട്രേറ്റ് എടുക്കുക. അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് സോഴ്സ് ആയിരിക്കും, അടുത്ത സൈഡ് എന്ന് പറയുന്നത് ഡ്രെയിൻ ആയിരിക്കും. ഇനി അതിനകത്ത് നമ്മൾ 2 റീജിയൻസ് ക്രിയേറ്റ് ചെയ്യും, 2 ഹെവിലി ഡോപ്ഡ്. നേരത്തെ മോസ്ഫെറ്റിനകത്തും ഞാനൊരു P ലെയർ എടുത്തിട്ട് അതിനകത്ത് 2 N റീജിയൻസ് ഡിഫ്യൂസ് ചെയ്തു. അതിന്റെ ഡോപ്പിംഗ് വളരെ കൂടുതലാണ്, അതാണ് P+ എന്നിട്ടേക്കുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് കാണാം 2 P+ റീജിയൻസ് ഞാൻ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ 2 Pയും കൂടെ നമ്മൾ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്റെ അടുത്ത ചോദ്യം ഇതാണ്: ഈ ജംഗ്ഷനെ നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഗേറ്റിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫോർവേഡ് ബയസിംഗ് ആണോ റിവേഴ്സ് ബയസിംഗ് ആണോ? ഇതാണ് ശരിക്കും ഒരു FETയുടെ സ്ട്രക്ചർ. ഒരു N ചാനൽ FETയുടെ സ്ട്രക്ചർ ഇതാണ്. ഇവിടെ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു PN ജംഗ്ഷനെ എന്ത് ചെയ്യണം? ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ? റിവേഴ്സ് ബയാസ് ആണ്. അതെ, നമ്മുടെ PN ജംഗ്ഷനെ നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യണം. അപ്പൊ റിവേഴ്സ് ബയാസ് ചെയ്യാൻ നമുക്കറിയാം, ഗേറ്റ് എന്ന് പറയുന്നത് നമ്മള് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യും. അതേപോലെ ഇവിടെ VDS കൊടുക്കുന്നുണ്ട്. VDS ആണ് ആ ഡ്രെയിൻ, സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക്. ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഇതിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡിപ്ലേഷൻ റീജിയൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, നിങ്ങൾ വർക്കിംഗ് പഠിച്ചതാണ്. ഇവിടെ ഒരു ഡിപ്ലേഷൻ റീജിയൻ ഉണ്ട്. കാരണം ആ ഡിപ്ലേഷൻ റീജിയൻ കൂടുതലും ഫോം ചെയ്യുന്നത് N റീജിയനിലോട്ടായിരിക്കും, Pയിലോട്ട് ഫോം ചെയ്യില്ല, കാരണം Pയുടെ ഡോപ്പിംഗ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ഡിപ്ലേഷൻ റീജിയൻ കാണാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ആ പാത്തിനെയാണ് ചാനൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അവിടെ കറണ്ട് ഉണ്ടാവുന്നത് ഡ്രെയിൻ ടു സോഴ്സ് ആയിരിക്കും, ID എന്ന് പറയുന്നത്. ഇവിടെ VDS കൊടുക്കുന്നുണ്ട്. VDS കൊടുക്കുമ്പോൾ ഡ്രെയിൻ സൈഡ് പോസിറ്റീവും സോഴ്സ് സൈഡ് നെഗറ്റീവും ആ രീതിയിലാണ് കൊടുക്കുന്നത്. ഈ രീതിയിലാണ് കൊടുക്കുന്നത് VDS കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ നമ്മൾ VDS അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇലക്ട്രോൺസിനെ ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്ന രീതിയിൽ വേണം, അതായത് സോഴ്സ് സൈഡ് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്ന രീതി വേണം കണക്ട് ചെയ്യാൻ. VGS കൊടുക്കുമ്പോൾ ഗേറ്റ് സൈഡ് അല്ലെങ്കിൽ ആ P റീജിയൻ റിവേഴ്സ് ബയാസ് ചെയ്യുന്ന രീതിയിൽ വേണം കൊടുക്കാൻ. അപ്പൊ ഇവിടെ നമ്മുടെ ഗേറ്റ് വോൾട്ടേജ് കൊടുത്തിട്ട് നമ്മൾ ഡ്രെയിൻ കറണ്ടിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. ഇനി ഇതിനകത്ത് നിങ്ങൾ 3 പാരാമീറ്റേഴ്സ് ഒക്കെ പഠിച്ചു കാണും ഈ ഒരു JFETനകത്ത്. അറിയാവോ ഏതൊക്കെയാണെന്ന്? നമുക്ക് ഡ്രെയിൻ കറണ്ട് ഉണ്ട്, VGS ഉണ്ട്, VDS ഉണ്ട്. ഇത് 3 വെച്ചിട്ട് 3 പാരാമീറ്റേഴ്സ് പഠിക്കുമല്ലോ. എന്തൊക്കെയാണത് JFETനകത്ത്?
പറയാമോ? ഫസ്റ്റ് വൺ ഈസ് ആർ ഡി. എന്താണ് ആർ ഡി? Drain resistance. ഡ്രെയിൻ റെസിസ്റ്റൻസ്. അതെ, വി ഡി എസ് ബൈ ഐ ഡി. ജി എം എന്ന് പറഞ്ഞാൽ എന്താണ്? Transconductance. ട്രാൻസ് കണ്ടക്ടൻസ്. അതായത് ഐ ഡി ബൈ വി ജി എസ് ആണ് കേട്ടോ. ഐ ഡി ബൈ വി ജി എസ് ആണ്. ഐ ബൈ വി ആണ് ഈ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ ഐ ഡി ബൈ വി ജി എസ് ആണ് ജി എം. ദെൻ ഒരു പാരാമീറ്റർ ഉണ്ട് മ്യൂ. അത് ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ്. അതിനെ നമ്മൾ ജി എം ആർ ഡി എന്ന് പറയും. അപ്പൊ ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, അതായത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ മ്യൂവും ആർ ഡിയും ജി എമ്മോട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ആ ഐ ഡി ക്യാൻസൽ ചെയ്ത് വി ഡി എസ് ബൈ വി ജി എസ് എന്ന് കിട്ടും. സോ അതാണ് മ്യൂ എന്ന് പറയുന്നത്. ഈ റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. മ്യൂ ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു ആർ ഡി എന്ന് പറയുന്നത്. അപ്പം അതും അതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് ഒരു ജെഫെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ അതിന്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കി വെക്കണം. ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഈ വർക്കിംഗ് ഒക്കെ പഠിക്കുന്നത് കാരണം നമുക്ക് ആ വർക്കിംഗ് അറിഞ്ഞാലേ മാത്രമേ നമുക്ക് ആ ഇതുപോലുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. റിവേഴ്സ് ബയസ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ അറിഞ്ഞിരിക്കണം. എങ്ങോട്ടാണ്, എന്തുകൊണ്ടാണ് അതിനെ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ അതിന്റെ ജസ്റ്റ് വർക്കിംഗ് ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ വി ജി എസ് കൂടുമ്പോൾ, ഇവിടെ വി ജി എസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു മെയിൻ ഒരു കാര്യം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വി ജി എസ് കൂടുമ്പോ എന്ത് സംഭവിക്കും? വി ജി എസ് കൂടുമ്പോഴും വി ഡി എസ് കൂടുമ്പോഴും നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, വി ഡി എസ് കൂടുമ്പോ പിഞ്ച് ഓഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇല്ലേ? എന്താണത് പിഞ്ച് ഓഫ്? ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറഞ്ഞു. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടി വരുന്നു. വരും. അതെ അതെ, ഡ്രെയിൻ സൈഡില് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടി വരും അല്ലെ. എന്നിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോ ഇത് രണ്ടും കൂടെ ഇങ്ങനെ മീറ്റ് ചെയ്യും. സോ അതിനെയാണ് പിഞ്ച് ഓഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ശരിയാണ് അല്ലെ. ആ പിഞ്ച് ഓഫ് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഡ്രെയിൻ ക്യാര പറയുമ്പോൾ പിഞ്ച് ഓഫ് കഴിഞ്ഞിട്ടാണ് സാച്ചുറേഷൻ നടക്കുന്നത്. സാച്ചുറേഷനിലേക്ക് പോകും. അതെ, പിഞ്ച് ഓഫ്. അപ്പൊ പിഞ്ച് ഓഫ് എന്ന് പറയുന്നത് അത് ഡിപ്ലീഷൻ റീജിയൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ അത് ഒന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് പിഞ്ച് ഓഫ് പോയിന്റ് എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ രണ്ട് ക്യാരയാണ് ശരിക്കും അറിയേണ്ടത്. ഡ്രെയിൻ ക്യാരയുണ്ട്, ട്രാൻസ്ഫർ ക്യാരയുണ്ട്. രണ്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡ്രെയിൻ ക്യാര എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ഐ ഡിയും വി ഡി എസും വെച്ചിട്ട്. ട്രാൻസ്ഫർ ക്യാര എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ഐ ഡിയും വി ജി എസും വെച്ചിട്ട്. അപ്പോ ഡ്രെയിൻ ക്യാര നമുക്കറിയാം ഏകദേശം ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. പിഞ്ച് ഓഫ്, ദെൻ സാച്ചുറേഷൻ, ഈ രീതിയിൽ പോകും. ലീനിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ചാനലിന്റെ റെസിസ്റ്റൻസ് യൂണിഫോം ആയിരിക്കും. സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് ഒക്കെ സോഴ്സ് സൈഡിലും ഡ്രെയിൻ സൈഡിലും യൂണിഫോം ആയിരിക്കും. റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി വി ഡി എസ് കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിൻ സൈഡിലുള്ള റിവേഴ്സ് ബയാസിംഗ് കൂടുവാണ്. ശരിക്കും റിവേഴ്സ് ബയാസിംഗ് കൂടുവാണ്. അപ്പൊ ഡ്രെയിൻ സൈഡിൽ റിവേഴ്സ് ബയാസിംഗ് കൂടുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ഡ്രെയിൻ സൈഡിൽ കൂടും. ഞാനിത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പൊ ഡ്രെയിൻ സൈഡിൽ നിങ്ങളുടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടുന്നത് കാരണം നിങ്ങളുടെ അവിടെ പിഞ്ച് ഓഫ് സംഭവിക്കും. പിഞ്ച് ഓഫിന് ശേഷം, അപ്പൊ ഏകദേശം ഈ പോയിന്റ് ആണ് പിഞ്ച് ഓഫ് എന്ന് പറയുന്നത്. പിഞ്ച് ഓഫിന് ശേഷമാണ് സാച്ചുറേഷൻ നടക്കുന്നത്. അപ്പൊ ലീനിയർ, പിഞ്ച് ഓഫ്, സാച്ചുറേഷൻ, ഈ മൂന്ന് കണ്ടീഷൻസ് അതിനകത്ത് അറിഞ്ഞിരിക്കണം. ഇനി ഡ്രെയിൻ ക്യാര ട്രാൻസ്ഫർ ക്യാര അറിയാം. ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ജി എസ് 0 ആയിരിക്കുമ്പോൾ കറണ്ട് മാക്സിമം ആയിരിക്കും. റിവേഴ്സ് ബയാസിംഗ് കൂടുമ്പോൾ വി ജി എസ് കൂടിയാലും ഡിപ്ലീഷൻ റീജിയൻ കൂടും. അതായത് നിങ്ങളുടെ കറണ്ട് പതുക്കെ ഡ്രോപ്സ് ടു 0 അല്ലെ. അപ്പം ഐ ഡി കുറഞ്ഞു പോകും. ഇതാണ് ശരിക്കും നമ്മുടെ ശരിക്കും ഇത് എൻ ചാനൽ മോസ്ഫെറ്റിന്റെ കേസിൽ വി ജി എസ് റിവേഴ്സ് ബയാസ് ആണ്. അപ്പം ഈ സൈഡിലോട്ട് വരയ്ക്കാൻ പാടില്ല, പുറത്തോട്ടാണ് വരയ്ക്കേണ്ടത്. വി ജി എസ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് അല്ലേ, നെഗറ്റീവ് വോൾട്ടേജ് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. സോ ഇത് ഐ ഡി, ഇത് വി ജി എസ്. വി ജി എസ് 0 ആകുമ്പോൾ കറണ്ട് മാക്സിമം, ദെൻ വി ജി എസ് കൂടുന്നതനുസരിച്ച് റിവേഴ്സ് ബയാസിംഗ് കൂടും. സോ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടും, കറണ്ട് കുറയും. സോ അതാണ് ഡ്രെയിൻ ക്യാര, ട്രാൻസ്ഫർ ക്യാര. ദെൻ ഈ പാരാമീറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ജെഫെറ്റിനകത്ത് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഏകദേശം അത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാം എഴുതാൻ പറ്റും. ദെൻ ഇനി ശരിക്കും നമ്മുടെ ബി ജെ ടിയും മോസ്ഫെറ്റും ഒക്കെ തമ്മിലുള്ള ജസ്റ്റ് കമ്പാരിസൺ ഒക്കെയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബി ജെ ടി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്.
ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? വാട്ട് ഈസ് എ മോഡ് ഓഫ് കൺട്രോൾ ഓഫ് BJT ആൻഡ് മോസ്ഫെറ്റ്? BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. മോസ്ഫെറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് ആണ്. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് D ആണ്. നമ്മൾ അതിന്റെ കമ്പാരിസൺ കൊടുത്തേക്കുവാണ് BJT മോസ്ഫെറ്റ് തമ്മിൽ. ഇത് മാത്രമല്ല, ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ലോ ഓൺ സ്റ്റേറ്റ് കണ്ടക്ഷൻ, ഹൈ ഓൺ സ്റ്റേറ്റ് കണ്ടക്ഷൻ, ഇൻപുട്ട് ഇംപെഡൻസ് കൂടുതൽ മോസ്ഫെറ്റ് ആണ്, നോയിസ് ഇമ്മ്യൂണിറ്റി കൂടുതലും മോസ്ഫെറ്റിനാണ്, വോൾട്ടേജ് കൺട്രോൾഡ് ആണ്. BJT എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് ആണ്, യൂണിപോളർ ആണ്, ബൈപോളർ ആണ്. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത് നോക്കണം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. സെയിം കാര്യം വീണ്ടും ചെയ്യുന്നതേ ഉള്ളൂ. വോൾട്ടേജ് കൺട്രോൾഡും കറണ്ട് കൺട്രോൾഡും ആണ്. ഇതിന്റെ ആൻസർ എന്താന്ന് പറയുമോ? ഇൻ FET, one junction is forward biased and other junction is reverse biased. Both junctions are reverse biased. Both junctions are forward biased. None of the above. എന്തായിരിക്കും? സോ അവിടെ ശരിക്കും ബോത്ത് ജംഗ്ഷൻസ് റിവേഴ്സ് ബയസ്ഡ് ആണ്. നമ്മൾ കണ്ടതാണ്. രണ്ട് PN ജംഗ്ഷൻസ് നമുക്ക് അവിടെ കാണാം. രണ്ടിനെയും ഗേറ്റിന് റിവേഴ്സ് ബയസ് കൊടുക്കുന്നത് കാരണം രണ്ട് റിവേഴ്സ് ബയസ് മോഡിൽ തന്നെ ആയിരിക്കും. യൂണിപോളർ ഡിവൈസ് ആണ്. മെജോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ലീക്കേജ് കറണ്ട് ഒക്കെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ BJT ആയിട്ടുള്ള ഒരു ചെറിയ കമ്പാരിസണുകൾ കൊടുത്തേക്കുവാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോർ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതെ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കിക്കോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.